Hello friends, Assalamu alaikum. അപ്പോൾ ഒരുപാട് നാളായി ഇതുപോലൊരു ഇൻട്രോയുമായിട്ട് വീഡിയോ വന്നിട്ട് എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രഫി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷമീം അഹമ്മദ്. ഞാൻ കുറച്ച് മുമ്പായിട്ട് ഒരു കുഫി കാലിഗ്രഫിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബറും പിന്നെ റിലേറ്റീവും കൂടി ആയിട്ടുള്ള നഫ്ല മോൾ വരച്ച ഒരു ചിത്രം, ഒരു കാലിഗ്രഫി ഞാനിവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ കാലിഗ്രഫി ചെയ്തിട്ടുള്ള നഫ്ല മോൾ പഠിക്കുന്നത് 5th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതൊരുവിധം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു റിക്വസ്റ്റഡ് കാലിഗ്രഫി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് നാജിയ OMY എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്നാണ്. ഇപ്പോൾ സൂറത്തുൽ കൗസറും സൂറത്തുൽ അസറും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ ചെയ്യുന്നത് സൂറത്തുൽ അസറാണ്. കൗസറിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സൂറത്തുൽ അസറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ വരക്കാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റിൽ ചെയ്യുന്നത് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എഴുതുന്ന രൂപം ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ഞാൻ പെൻസിൽ അതുപോലെ മാർക്കർ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് പേപ്പറാണ് യൂസ് ചെയ്യുക, ഏത് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് മാർക്കറാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോർമൽ A4 ഷീറ്റൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നല്ല പ്രാക്ടീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോർമൽ പേപ്പറും ഈ ലോ കോസ്റ്റ് ആയിട്ട് വരുന്ന പെന്നൊക്കെ യൂസ് ചെയ്യുക, മാർക്കറൊക്കെ യൂസ് ചെയ്യുക. നിങ്ങളൊരു കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ഉപയോഗിക്കുക. ഒരു A4 ഷീറ്റൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 180 to 300 GSM വരെയുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. GSM കൂടിയ പേപ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് കട്ടിയുള്ള പേപ്പറായിരിക്കും. അപ്പോൾ സാധാ ഫയൽ പേപ്പറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. ഡ്രോയിങ്ങിന് പറ്റിയ പേപ്പേഴ്സാണത്. അപ്പോൾ A4 ഷീറ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം A4 ഷീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, നല്ല ഫ്രെയിം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനുപയോഗിക്കുന്ന മാർക്കർ എന്ന് നമ്മൾ സാധാരണ CD മാർക്കറൊക്കെയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരം മാർക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഫെയ്ഡായി പോകും നമ്മൾ എഴുതുന്നതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല മാർക്കേഴ്സ് ഉപയോഗിക്കുക. ഫെയ്ഡാകാത്ത രീതിയിലുള്ള നല്ല നല്ല മാർക്കേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബിഗിനറായ ഒരാൾ കാലിഗ്രഫി ഫസ്റ്റിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം മാർക്കേഴ്സ് പേപ്പറൊന്നും ഉപയോഗിക്കരുത്. നിങ്ങളടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള പെന്നോ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കിയിട്ട് കൂടുതൽ വില കൂടിയ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം ഒരുപാട് തെറ്റൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഒരുപാട് തെറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ജെൽ പെന്ന്, അതുപോലെ സാധാ നോർമൽ ബ്ലാക്ക് പെന്ന്, പിന്നെ CD മാർക്കർ, ഡൂഡിൽ പെന്ന്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന രീതി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്നില്ല കേട്ടോ. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ മതി. പിന്നെ കുറച്ച് സ്പീഡിലാണ് വീഡിയോ കാണിച്ചു പോകുന്നത്. അത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡായി കാണിച്ചത്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പെന്നാട്ടോ. അത് ഗിൽറ്റ് പെന്നാണ്, ഗ്ലിറ്റർ പെൻ എന്നൊക്കെ പറയും. അപ്പോൾ ഗോൾഡൻ കളറാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു 2 വാവിലും അതുപോലെ ഈ റൗണ്ട് ഷേപ്പിലും ഈ ഒരു കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഈ ഒരു പെന്ന് ഗിൽറ്റ് പെന്ന് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടാവും. വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു പെന്നാണ്, വെറും 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം പേനൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിൽറ്റ് പെൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേന ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കളർഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള കാലിഗ്രഫി വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ പിന്നെ അറബിക് കാലിഗ്രഫി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാലിഗ്രഫി വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും